സഹൃദയരെ ഭക്ഷണ വിശ്വാസികളെ കാണാൻ സുമുഖൻ, അവിടുത്തെ പ്രമുഖൻ, വീട്ടിലെ കുടുംബസ്ഥൻ, സ്ട്രീറ്റിലെ വിദഗ്ധൻ, കരകൗശലത്തിൽ കെങ്കേമൻ, കെബാബ് ഉണ്ടാക്കി വിറ്റവരിൽ കോടീശ്വരൻ. സുഹൃത്തുക്കളെ, ഒരു ബക്കറ്റ് വെള്ളത്തിൽ തുടങ്ങിയ കടയാണിത്. ഇന്ന് ഒരു ടൺ ക്രൂഡ് ഓയിലിൽ നിൽക്കൂല. മുട്ട പൊട്ടും മുന്നേ നമ്മൾ ഇവനൊരു വിപത്താണെന്ന് തിരിച്ചറിഞ്ഞില്ലേ? അതാണ് ഇവരെല്ലാം കൂടി ചേർന്ന് ഇവർക്കെതിരെ ഈ നാട്ടിന് ഇവർ തന്നെ കൊടുത്തിരിക്കുന്ന വിധി. വൈദഗ്ധ്യമുണ്ട്, വൃത്തിയില്ല, വിവരമില്ല, വിദ്യാഭ്യാസമില്ല. വിളിച്ചു പറഞ്ഞു കൊടുക്കാൻ വീട്ടുമുറ്റത്ത് പോലും ഒരാളും ചെന്നിട്ടേയില്ല. വാ ഹരേ വാ, വാഴ്ത്തപ്പെട്ട വിഷം കുഴച്ചു വെച്ചിരിക്കുന്നു. കുമാരനാശാന്റെ കവിതയും കാളിദാസന്റെ കാവ്യവും കാഠ്മണ്ഡുവിലിരിക്കുന്ന ഈ അണ്ണന്റെ കബാബും നോക്കൂ, എത്ര മനോഹരമായാണ് ആ കൊറിയോഗ്രാഫി ചെയ്യുന്നത്. കൃത്യം നടത്തിയിട്ട് മുങ്ങിക്കളയുന്ന സ്വഭാവം ഒന്നില്ല. കൃത്യം നടത്തുകയും ചെയ്യും, അത് അവിടെ ഇരുന്ന് വിൽക്കുകയും ചെയ്യും. 10 തലമുറക്കിപ്പർ നിറവേറ്റി വരുന്ന കാര്യമാണ് നിഷ്പശം ചെയ്തിരിക്കും. ഇതൊക്കെ ചെയ്യാൻ ട്രഡീഷണൽ തെണ്ടികൾക്കും പ്രിവിലേജ്ഡ് പാവങ്ങൾക്കും ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കടയുടെ മുന്നിലൊക്കെ സൂചി കുത്താൻ ഇടയില്ലാത്ത തിരക്കാണ്. ഞാൻ പോണേണ്. സഹൃദയരെ ഭക്ഷണ വിശ്വാസികളെ, ക്യാൻസർ കറങ്ങി നടക്കുന്നതിനിടയിൽ കടയിൽ കയറി ഒരു കടി ചോദിച്ചു. കടക്കാരൻ, കടിയില്ല ഇവിടെ ക്യാൻസറെ, കണ്ടൻസ് മിൽക്കും കാർബണും കോഫിയും ഇട്ടൊരു ചായ എടുക്കട്ടെ. ഈ പാതാള ഗരുഡ ചായ കുടിച്ചിട്ട് കണ്ണടച്ചാ മരിച്ചു. ആ കരിക്കട്ടയ്ക്ക് എന്ത് ഗുണം? ക്യാൻസറൊക്കെ കാർബൺ ആകുന്ന യുഗം. ഏത് പണ്ടാര കുടുംബത്തിൽ പിറന്നവരുടെ ഇതൊക്കെ കണ്ടുപിടിക്കണ? ഇങ്ങനെയൊക്കെ കാണിക്കണവന്മാരെ ചത്ത പട്ടി വിട്ട് കടിപ്പിച്ചിട്ട് ചൂര മണൽ വെട്ടി അടിക്കണം. മെനക്കെട്ട് ഇറങ്ങിക്കണവന്മാര് മദാമ സാഹിബിനെ പറ്റിക്കാൻ. ഇതൊക്കെ കുടിച്ച് ഡച്ച് ലോകം വെച്ചുണ്ടാക്കിയ ആമാശയം പോലും താങ്ങൂല. അറിവില്ലായ്മയ്ക്ക് ഒരു എക്സ്റേ അവാർഡ് ഉണ്ടെങ്കിൽ അത് നിനക്കാണ്. ഈ ഉണ്ടാക്കുന്ന മിശ്രിതല്ലകടെ കുഴച്ച് തേച്ച ഡാമിന് സിമന്റ് ആയിട്ട് ഉപയോഗിക്കാം. അർബുദ ഉപഗ്രഹ വിക്ഷേപണശാല എന്നാണ് ഈ കടയുടെ പേര്. ഇത് ഗുണം ചെയ്യും, രോഗികളുടെ എണ്ണം വർദ്ധിക്കാൻ ഗുണം ചെയ്യും. നിലവിൽ ഭൂമിയിൽ ഏറ്റവും സമാധാനമുള്ള ഒരു സ്ഥലമാണല്ലോ അർബുദശാലകൾ. ബുദ്ധനുണ്ടായിരുന്നെങ്കിൽ അവിടെ പോയിരുന്ന തപസ് ചെയ്തേനെ. കാഴ്ചക്കാരന്റെ ക്ഷമയാണോ അതോ കച്ചവടക്കാരന്റെ കഴിവിനെയാണോ നമ്മൾ ആക്ഷേപിക്കേണ്ടത്? അധിക്ഷേപിക്കേണ്ട പ്രവൃത്തി കണ്ടാൽ നമ്മൾ അഭിനന്ദിക്കുകയാണോ വേണ്ടത്? കണ്ട കടച്ചാണിയെല്ലാം വലത് കൈ കൊണ്ട് വാങ്ങിത്തിന്ന് ഇടത് കൈ കൊണ്ട് അവസാനിപ്പിക്കുന്നവരല്ലേ നമ്മൾ മനുഷ്യർ? ഇന്ന് ഭക്ഷണം ജീവൻ ആവശ്യമായ ഒരു നെസസിറ്റി മാത്രമല്ലല്ലോ, അതൊരു വലിയ കച്ചവട വസ്തു കൂടിയാണ്. അപ്പോൾ ഇതുപോലത്തെ അനാവശ്യ അണ്ണന്മാരും ഉണ്ടാകും. ഒരു ശരാശരി മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ കണ്ട് കൂടാണ്ടേറ്റതായിട്ടുള്ള പല സാധനങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ഇതും കൂടെ എന്റെ കൂടെ കണ്ടോ. അരക്കിലോ ചവച്ച് ചിഞ്ചിലൻ ചാടിച്ച ചൂയിങ്കം മൊത്തം പറക്കൊണ്ടുന്ന ഒരു പാത്രത്തിൽ ഇട്ട് കഴിവേണം. അത് ഏതൊക്കെ വായത്താളുള്ളവന്മാര് ചവച്ചൂപ്പിയെ ബബിൾ കാണാമെന്തോ. സമാധാനമായിട്ടൊരു ചൂയിങ്കം ചവയ്ക്കാൻ ഇവന്മാര് സമ്മതിക്കൂല. പൊട്ടാസ്യം പെർ മാഗ്നറ്റ് വെച്ച് പല്ലേക്കണ പരീക്ഷണം നീ കാണിക്കുക. എന്തിനിത്? ഇതെങ്ങാനും വല്ല നോർത്ത് ഇന്ത്യൻസും കണ്ട അവന്മാർ ഇതിന്റെ കുന്നംകുളം വർഷം ഇറക്കും, ഉറപ്പാണ്. ഞാൻ നിങ്ങളെ വാൺ ചെയ്യുകയാണ്. ചൂയിങ്കം ചവച്ചിട്ട് ചന്തയിലെ ചുമരിലും ചെരുപ്പിന്റെ അടിയിലൊന്നും ആരും ഒട്ടിച്ചു വെക്കരുത്. ചുരുണ്ട് ഇളക്കി ചമയം ചായലിച്ച് നമുക്ക് ഇത് വീണ്ടും റീഇൻകാർണേറ്റ് ചെയ്ത് ഉമാര് വിൽക്കും. അവ അളന്നെടുക്കണം. നമുക്ക് റിക്ടർ സ്കെയിലിൽ ഭൂകമ്പം പോലും ഇത്ര കൃത്യമായിട്ട് അളക്കൂല. ആദ്യം ഞാൻ വിചാരിച്ചു കൊതുവിനെ കൊല്ല എന്തോ പ്രത്യേക മരുന്നുണ്ടാക്കണമെന്ന്. ഇനി ഞാൻ ചന്തയിൽ നിന്ന് ചിലന്തി വിഷം വീണ ചീര വാങ്ങി ചവച്ചാലും ചൂവിങ്ങ തിന്നൂല. നരകത്തിൽ നിന്റെ പേരിൽ ഒരു ബിസിനസ് ക്ലാസ് സീറ്റ് അവിടെ ഓൾറെഡി ബുക്ക്ഡ് ആണ്. ഇത് കണ്ടോണ്ടിരുന്നപ്പോ ഞാൻ വായിലിട്ട് ചവച്ചോണ്ടിരുന്ന ഒരു ബൂമർ തുപ്പിക്കളഞ്ഞ. അതിപ്പോ വഴിയെ നടന്നുപോയ ഒരുത്തിന്റെ ഷൂ ആയിട്ട് ഫ്രഞ്ചീസ് അടിക്കുന്നു. ഇവന്റെ ഈ ബുദ്ധി വെച്ച് ഇവൻ വേണമെങ്കിൽ 1 മിനിറ്റ് വീഡിയോയിൽ ഓട വെള്ളത്തിൽ ഒലക്കയുടെ മൂഡ് എങ്ങനെ ഉണ്ടാക്കുന്ന വേണമെങ്കിലും കാണിച്ചു തരും. ഏത് കലാഷ്നിക്കോ കൊണ്ടുപോയി ഇവനെ കൊല്ലാൻ. ശരിക്കും ഈ വീഡിയോ കണ്ട് ഞാൻ അടിച്ച കൺഫ്യൂഷൻ ലീലാകൃഷ്ണന്റെ ബാലാമണിന് മുന്നിൽ മുണ്ടെടുത്ത് പോണോ മുല്ലപ്പൂ ചൂടി പോണോ എന്ന് പോലും തോന്നിക്കാണൂല. എന്താണ് ഈ ഉണ്ടാക്കണേന്ന് മനസ്സിലായി. ഇതാണ് സോന പപ്പയുടെ മുടി. സോൻ പായി പിടി, സോൻ പാപ്പിടി. അത് തന്നെ. 1000 മുണ്ണകൾക്ക് അരമുണ്ണാന്ന് നിങ്ങൾ കേട്ടില്ല. അതുപോലെ ഓരോ അരമുണ്ണയും ചേർന്നാണ് ഇത് ഉണ്ടാക്കണത്. സത്യ അസ്ഥാനത്ത് പലയിടത്തും കയറി ഇവർ ഗ്ലൗസും ഹൈജീനും കാണിക്കുന്നുണ്ട്. എന്നാൽ പല പ്രഥമ പ്രത്യുൽപാദന സ്ഥലത്ത് ഇവന്മാര് വൃത്തിയിട്ട വെളിച്ചപ്പാടിന് ഇറക്കി വിടുന്നുണ്ട്. ഇതിപ്പോ തിന്നിട്ട് സമാധാനമായിട്ട് തലവെച്ച് തറയിൽ കിടന്ന് ഉറങ്ങാമോ? അത് അവസാനം തിന്നിട്ട് തിക്കട വിട്ട് തട്ടുംപുറത്ത് കയറി ഉച്ചയും കുത്തി ചാടേണ്ടി വരും. തറയിൽ ഇടുന്നുണ്ട്, തടവുന്നുണ്ട്, താരാട്ടുന്നുണ്ട്, താണ്ഡവം വരെ ആടുന്നുണ്ട് അവന്മാര്. എന്തായാലും ഒന്നുറപ്പാണ്, ഓണ സമയത്തൊന്നും വാങ്ങിച്ചില്ലേ ഓളം വെട്ടി കിടക്കും വീട്ടിൽ. വലിയ രീതിയിൽ വായു വിഷാംശവും വേഷവിഷാദവും അതിനകത്ത് നടക്കുന്നുണ്ട്. നോക്ക്, ഈ വയറ് വേട്ടക്കാർ തീർത്ത മായാണ്ടി ലോകത്തിലെ മാതക കൃമികളാണ് നമ്മളെല്ലാം. ഒരിടത്ത് ഓസ്ട്രിച്ച് അതിന്റെ ഒട്ടഹ മുട്ട സൂക്ഷിക്കണേക്കാളും സൂക്ഷ്മതയോടാണ് കാര്യങ്ങൾ ചെയ്യണം. എന്നാ മറ്റൊരിടത്ത് മലമുണ്ണ മുതലേക്ക് മുട്ട സർബത്ത് ഉണ്ടാക്കി കൊടുക്കണ പോലെ ഒരു ബന്ധമില്ലാതെ ഇരുന്ന് ചെയ്യണം. നല്ല വായന നാറ വായന ഒരേ സ്ഥലത്ത് പണിയെടുത്താൽ ഇങ്ങനെ ഇരിക്കും. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. സഹൃദയരെ ഭക്ഷണ വിശ്വാസികളെ, തനതു ഭാരത മർത്യനിൽ കണ്ടൊരു പെരുമാറ്റം, വൃത്തിയോ വേദനിച്ചവിടുന്നു കുടിയേറ്റം. കണ്ട നിങ്ങൾക്ക് ഇതെന്തെന്നു വ്യക്തമായി, കണ്ണിൽ കാണാത്തവർക്ക് എത്ര മധുരമായി. എന്താണ് ചത്ത കോഴികളുടെ മിലിറ്ററി പറയടാ. ചത്ത കോഴിയുടെ ചമ്മന്തി വിൽപ്പന ഇനി ആ മാർക്കറ്റ് കൂടുതലായിരിക്കും. അസുഖം വന്ന ചത്ത കോഴികളുടെ സെമിത്തേരി ഏത് ദിശയിലാണ്? പാവം ഈ കോഴികളുടെ ആത്മാവിന് നമുക്ക് ചിക്കൻ ചില്ലിയായിട്ടും ചിക്കൻ ചാപ്സായിട്ടും ബലിയിടാം. ഇത് കണ്ട് ഞാൻ 3 വട്ടം കാക്കി. ബട്ട് ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ് ടു വാച്ച്. ഇങ്ങനെ ഇടുപ്പിന്നൊരു വള്ളി നരകത്തിലോട്ട് കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അതുവഴി പിടിച്ച് മുകളിലോട്ട് കയറി വന്ന ജീവികളെ ഈ ക്രൂരൻ ബലാൽ ഭംഗം ചെയ്ത് കൊന്നു ഇങ്ങനെ തിന്നും. വേറൊന്നും വേണ്ട, തല കണ്ടാ മതി ഛർദ്ദിക്കാൻ. ഇതാണ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട ഒറിജിനൽ ക്രിസ്മസ് അപ്പൂപ്പൻ. പുറത്ത് വിലസുന്നത് അപരൻ. ചോറ് തിന്നാതെ ഇതൊക്കെ കണ്ടിട്ട് എന്നെ ശപിക്കരുത്. എന്താ പൂപ്പത്? ഡ്രാഗൺ ചിക്കൻ ആ പാത്രത്തിൽ ഇച്ചിരി മഴവെള്ളം കൂടെ ചേർത്തിട്ട് കണ്ണടച്ചിരുന്ന് തിന്നെ. പിതാജിക്ക് ഫേസ്ബുക്ക് ഐഡിയ ഒക്കെ ഉണ്ട്. അരിൻ സ്മോക്കി, അതല്ല കരീം സ്മോക്കി. എനിക്ക് തോന്നുന്നു ആ പാത്രത്തിൽ കലക്കി വെച്ചേക്കണ ദുബായ് ചോക്ലേറ്റ് ആണ്. ഇയാളുടെ പാത്രത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇയാളുടെ കക്കൂസിന്റെ അവസ്ഥ എന്തായിരിക്കും? ഐ തിങ്ക് അപ്പൂപ്പൻ ഈസ് ഫ്രം റഷ്യ. ഹി ഹാസ് നോ
ബ്രഷ ബട്ട് ഹാസ് ഓൺ ക്രഷ ആൻഡ് ഐ ഗോ ട്രൈ മൈ ഐസ് ടു വാഷ. സഹൃദയ ഭക്ഷണ വിശ്വാസികളെ, സ്വാതന്ത്ര്യം ദ അൾട്ടിമേറ്റ് ഫ്രീഡം ആണ് ഉദ്ദേശം. അവിടെ ഇരുന്ന് പണിയെടുക്കുന്നവർക്കും കഴിക്കുന്നവർക്കും വന്നവർക്കും പോണവർക്കും എന്തിന് ഓരോ അരമണിക്കും വരെ സ്വാതന്ത്ര്യം. നോക്കൂ എത്ര നിഷ്പക്ഷമായി ഓരോ ബിരിയാണി നിരന്നു കിടക്കുന്നു. നിങ്ങൾ എല്ലാരും ചേർന്ന് അവിടെ ഇരുന്ന് അരിയിൽ കുളിച്ചാടേ. മഴവെള്ളം പോലും വീണാൽ ഒരിടത്ത് കൂടിയേ ഒഴുകൂ. ഇതെന്താണ് ഇത്, ചെർണോബിൽ ബോംബിട്ട് ചിതറിച്ച പോലെ. ആ ഇട്ടേക്കുന്ന ടീഷർട്ടാണ് ഇവരെ പോർട്ട്ഫോളിയോ റെസ്യൂമും. ഇവിടുത്തെ പണി പോയി അടുത്തടുത്ത് കയറി ആ ടീഷർട്ട് ഊരി കാണിച്ചാൽ മതി. അതാ ഇനി വരാൻ പോണ അണ്ണ ഒരൊറ്റ ഒരുത്തനേ ഉള്ളേ. 9 ഉണ്ടാക്കാനുള്ള ജനറ്റിക് എഞ്ചിനീയറിംഗ് നടന്നതാണ്, പക്ഷെ പരാജയപ്പെട്ടു. നീ ആ സ്വാതി മുക്കിന്നൊക്കെ ഒന്ന് വെളിയിൽ ചാടി കുറച്ചുകൂടെ ഒന്ന് ഇവോൾവ് ആവുക കേട്ടാ. എന്നെ കൊണ്ട് ഇവിടെ അച്ചാർ പോലും പച്ചക്ക് തിന്നാൻ പറ്റൂല. അപ്പോഴും ഒരുത്തം പച്ച തലച്ചോറ് ചവയ്ക്കാണ്. എന്തിനാ തീ കണ്ടുപിടിച്ച് നമ്മൾ തറ തുടയ്ക്കാനാ? അവന്റെ വേറെ എനിക്ക് എന്താ കേട്, ഞാൻ പോണു. പണ്ടുള്ളവരൊക്കെ അല്ലെങ്കിലും പച്ചക്കന്നെ തിന്നോണ്ടിരുന്ന ഇവൻ പണ്ടുള്ളവനാണ്. ഇവന്റെ വായു നാറൂലേ എന്തോ. ആ നാട്ടിൽ ഇറച്ചിക്കട കയറി മാംസം തെരഞ്ഞെടുക്കാനുള്ള അധികാരം ഇവന് മാത്രമേ ഉള്ളൂ. കണ്ണിന്റെ അറ്റത്ത് ആ ദ്രാവകം കലർന്ന മാംസമാണ് അവൻ തോണ്ടണം. ഓ ശരി, അപ്പൊ വർഗ്ഗബോധമൊക്കെ ഉണ്ട്, കൂട്ടുകാരനും കൊടുക്കും. ശരിയപ്പോ ഞാൻ പോണു, കുടുംബത്തിൽ കയറാൻ നേരായി. സുഹൃദയ ഭക്ഷണ വിശ്വാസികളെ, ബോക്സിംഗ് വേൾഡ് ഹെവി വെയിറ്റ് ചാമ്പ്യൻഷിപ്പിന് തയ്യാറാവുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക തരം പ്രോട്ടീൻ ഷേക്കാണിത്. ഈ ഉണ്ടാക്കുന്നവനെ നമ്മൾ മനുഷ്യർ തന്നെ മനുഷ്യർക്കിടയിൽ പറഞ്ഞു ഒത്തുതീർപ്പാക്കി നിർത്തണം കേട്ടോ. ഇല്ലേവൻ 4 നാരങ്ങ തീർത്തള ഈ മനുഷ്യയുഗം. ഓ മൈ കടവുളെ, ആം ഐ അലൗഡ് ടു ഡു ദിസ്? ആ പിതിങ്ങിച്ചെത്ത പാറ്റയുടെ നാറ്റവും ഇടിഞ്ഞു മുറുകിയ ലെമണിന്റെ ജ്യൂസും വിറ്റമിൻ സിയും പ്രോട്ടീൻ യു അമ്പും പെർഫെക്റ്റ് ഫോർ എ ഡയറ്റ്. ആതിരയുടെ കല്യാണത്തിന് മോതിരം വാങ്ങിച്ചു കൊടുക്കാൻ നിന്ന ഞാനാണ്. ഇത് കണ്ടിഞ്ഞ് വയറിളകി ഇവിടെ കിടക്കേയുള്ളൂ. ഭാഗ്യം എനിക്ക് ചൈന ഭാഷ മനസ്സിലാവാത്തോണ്ട് ഇത് എന്താണെന്ന് മനസ്സിലായില്ല. ചൈനക്കാർ പോലും നിന്നെ ശത്രുവട്ടാണ്ടാ കാണുന്നത്. ഷാങ്ജി പിൻ മോനെ. നാരങ്ങ കുത്തിച്ച് നന്നായി കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മണപ്പിക്കാം. ഫോർ ദോസ് ഹു ഡ്രിങ്ക് ഐ വിൽ ഗിവ് യു അഡ്രസ്. ഡോണ്ട് ഗോ ടു ബാർ, ഡ്രിങ്ക് ദിസ്. വിത്ത് ഓൾ റെസ്പെക്ട്, നൗ ഐ നോ വൈ കൊറിയ ഈസ് ബെറ്റർ. എവന്റെ മുമ്പെങ്ങാണ് ഇതിരുന്ന് കണ്ട് ഛർദിച്ച ആ ഛർദിലോ പ്ലാസ്റ്റിക് അവർ പൊഞ്ഞോണ്ട് പോകും. അപ്പൊ ശരി, ഞാൻ പോണു. സഹൃദയ ഭക്ഷണ വിശ്വാസികളെ, ആർഷഭാരതത്തിലെ സ്ത്രീകൾ ഇന്ന് ആകാശത്തോളം ആദരണികളാണ്. അമ്മയാകാനും അമ്മൂമ്മയാകാനും അമ്മായിയാകാനും മാത്രമല്ല അമരത്തിരിക്കാനും അവർ തെളിയിച്ചിരിക്കുന്നു. ആധികാരികമായി ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങളുടെ കാഴ്ചയിൽ അതിന് ഉത്തരമുണ്ടല്ലോ. സ്ത്രീകളെക്കാൾ ഉപദ്രവിക്കപ്പെട്ട ഒരു വർഗം വേറെയില്ല. അതിനാൽ ഒരാഴ്ചത്തേക്ക് എന്റെ നാവിന് ലീവ്. 8 2 മുട്ടിൽ 150 വെള്ളം, ശേഷം അന്ത്യശ്വാസം ഉള്ളിലേക്ക് വലിച്ച് സൂചി നാക്ക് പുറത്തിട്ട് 2 വികൃത ചുമ, മുഖം നോക്ക് നല്ല ഹാസ്യ നടനാവാനുള്ള ഛായ. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുടലിനപ്പുറത്തേക്ക് ഉപനിഷ്ക്രമണം അസാധ്യം. ഈ മനോഹര രാജ്യത്തെ കൂടുതൽ ആദരിക്കാനുള്ള കാരണങ്ങളൊക്കെ ഇവരാണ്. ഈ നാട്ടിൽ മുക്കിനൊരു ആമാശയശാലയും ഒരു ആരാധനശാലയും നിർബന്ധം. ആധുനികതയുടെ നെറുകയിലെത്തിയ മനുഷ്യന്റെ കഴുത്തിലിട്ട ഊര കുരുക്കാണ് ഇന്ത്യൻ തെരുവോടെ ഭക്ഷണം. യെസ്, വൈ നോട്ട്? ഗോത്രവും മൂത്രവും മോൺസ്റ്റർ എനർജിയും ഗണേശ് വെച്ച് തിരുമേ കയ്യിൽ ഒലിച്ച മലവെള്ളവും ഇതെല്ലാം ചേർത്ത് നമുക്ക് വെറൈറ്റി ഉണ്ടാക്കാമല്ലോ. പൂനമ്മാണ്ടയുടെ ഒൺലി ഫാൻസ് ആപ്പി പോലും ഇത്രയും വെറൈറ്റി. പിന്നെ കുഴപ്പമില്ല, അവിടെ 1 ലക്ഷം പേർക്ക് ഒരു ശൗചാലയം വെച്ചെന്ന കണക്കിലുണ്ട്. അതുകൊണ്ട് എന്ത് ഇഷ്ടം പോലെ സമയം ക്യൂ നിന്ന് വയറിളകി കളിക്കാം. അപ്പൊ ശരി, ബൈ, മേഘയ. സഹൃദയ ഭക്ഷണ വിശ്വാസികളെ, നോക്കൂ എന്റെ കമന്റ് ബോക്സ് ഞാൻ ഇന്നൊരു ദിവസത്തേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെ അഴിഞ്ഞാട്ടവും അക്രമവും നടക്കാൻ സാധ്യതയുണ്ട്. ഇവനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ നിങ്ങളും കൂടെ കൂടിക്കോളൂ. എടാ, കബറിന്ന് ഇറങ്ങി ഓടിയ കരിഞ്ചട്ടി മകനെ. ഇവന്റെ പേര് മദർ ചോദി എന്നാണെന്ന് തോന്നുന്നു. അല്ല, ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് നിറച്ച് ഞാൻ അങ്ങനെയാ കണ്ടത്. ഇരയെ കണ്ട് പതുങ്ങിയിരിക്കുന്ന ഒരു കടുവ കുഞ്ഞിരിക്കുന്ന ഇവന്റെ കടുക്ക അടിച്ചോണ്ട് പോയിരുന്നെങ്കിൽ ബ്രെഡ് ആണെന്ന് പറഞ്ഞെടുത്ത് വെച്ച് പൊരിക്കണാണോ എന്തോ. ഇവന് ബുദ്ധിയിലെന്ന് പ്രത്യേകം പറയണ്ടല്ല. നാട്ടിൽ അശയിലൊക്കെ തൂക്കിയിട്ടേക്കുന്ന അണ്ടർ ഗാർമെന്റ്സ് അടിച്ചോണ്ട് പോകണ ഒരുത്തില്ല, അത് ഇവനാണ്. യു ആർ വെരി നോൺസെൻസ് ബോയ്. യു ഹാവ് നോ ബുദ്ധി എല്ലാം പോയി. യു കാൻ ഗോ വൈറൽ ലൈക്ക് ദിസ് മൈ ബ്രോയ്. യു ആർ ഇഡിയറ്റ് ഇൻ ദ വേൾഡ്. ഓ, അപ്പൊ ഞാൻ പോട്ടെ. ഓക്കെ, ബൈ. ഓ.